ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ നോമ്പൊക്കെ വന്ന് അപ്പൊ നോമ്പിന് നമ്മ അത്താഴം കഴിച്ച് പള്ളിയിലൊക്കെ പോയിട്ട് വെളുക്കണേന് മുമ്പ് ബീച്ചിലേക്ക് എത്തിയേക്കാണ്. അതൊരു പതിവാണ്. അപ്പൊ എല്ലാരും അല്ല, ഇതിപ്പോ നോക്കണ്ട. ഇതിപ്പോ ഫസ്റ്റ് ഒരു ദിവസം ഔട്ടാവും, അത് 10 ഔട്ടാവും, 30 വരും. ഇതുവരെ വരാത്തൊരു മിണ്ടാണ്ടിരിക്കുക, അങ്ങോട്ട് മാറിയിരിക്കുക. വന്നവരും സംസാരിക്കട്ടെ. അപ്പൊ 30 വരും. 30 വന്നിട്ടുള്ളവരാണ് നമ്മ, അല്ലെ സൽമാൻ ചിക്കു? നമ്മ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ 30 വന്നാണ്. അപ്പൊ വരാത്തവരെന്ത് ചെയ്യാ? മിണ്ടാണ്ടിരിക്കുക. സഹലുവിനെ പള്ളി പോവും, അടുത്ത പള്ളിയിലാവണ എനിക്ക് ഉറങ്ങണോണ്ടാണ്. അതാണ് പുതിയ പള്ളി പോയി പെട്ടെന്ന് ഉറങ്ങാം. ഉറക്കത്തിന്റെ സീനാണ്. സൽമാൻ ഞാനൊക്കെ എപ്പോഴും ഉണ്ടാവും, അല്ലേ? ഇന്നത്തെ ആൾക്കാരൊന്നും ഉണ്ടാവൂല. നാളെ ഉണ്ടാവുന്നല്ലേ? നാളെ ഉണ്ടാവും. ഹലോ 3 ഉണ്ടാവും. അതേനാ പിന്നെ താങ്കളുണ്ടാവും? ഹലോ 3 ഉണ്ടാവും. പള്ളിയിലാന്ന് പറയാൻ പറ്റൂല. പള്ളി പോവും. ഞാൻ പറഞ്ഞ മാതൃലക്കാര് പറഞ്ഞ പലരും ഇപ്പൊ അടുത്ത പള്ളിയിലും അങ്ങനെയൊക്കെ ആവും. പിന്നെ സൽമാനിക്ക് ഇന്ന് കോളേജ് ഉണ്ട്, അപ്പൊ സൽമാൻ നേരത്തെ പോകും നമ്മളോട്ട്. നമ്മളോട്ട് പോണ. അപ്പൊ സൽമാനെ, എന്താണ് നോമ്പിന്റെ ഓർമ്മകൾ? നിന്റെ ഓർമ്മകൾ നീ പറ ആദ്യം. നോമ്പിനാണ് എല്ലാ ദിവസവും നീ പറഞ്ഞു. നോമ്പിനാണ് എല്ലാ ദിവസവും കട്ട്ലേറ്റ് ഇടുന്നത്. 30 ദിവസവും മുടങ്ങാൻ കട്ട്ലേറ്റ് ഇട്ടു. എനിക്കത് വേണം. കട്ട്ലേറ്റ് വെറുക്കൂല. അതാണ് സൽമാന്റെ ഓർമ്മ, അല്ലാണ്ട് വേറെ ഓർമ്മകളൊന്നും. പിന്നെ നമ്മൾ വെളുപ്പാങ്കാലത്ത് വണ്ടിയൊക്കെ എടുത്ത് കട്ടുകൊണ്ട് പോയി ഓർക്കണ്ട. ചിക്കൂര് പെട്രോളൊക്കെ തീരണ്ട ഓർക്കണ്ട. കോമ്പാർക്ക് വേണ്ട, അതൊന്നും പറയണ്ട. വീട്ടുകാരൊക്കെ ഇപ്പോഴായിരിക്കും അറിയണം അതിന്റെ അപ്പൊ അങ്ങനെയൊക്കെ കൊറേയൊക്കെ. ഇനി രാത്രികളിൽ തുടങ്ങൂല. പിന്നെ വെള്ളം കുടി പല പല സ്റ്റൈല്. ചിക്കൂന്റെ ഓർമ്മ അങ്ങനെ ഓർമ്മയില്ല. തലോമ്പിന്റെ ഓർമ്മ പിന്നെ 30 നോമ്പിനായിരിക്കും. ഇന്നത്തെ കടികളും സാധനങ്ങളൊക്കെ പിന്നെ അങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ അങ്ങോട്ട് കുറയും. രാവിലെകളാണ് അർഷാദിന് വേണ്ടി ഡ്രൈവിംഗ് പഠിച്ച രാവിലെകൾ. ടൈമായിരുന്നു 10ാം ക്ലാസ്സിൽ. ഞാനും വണ്ടി എടുത്തൊരു പോക്കുണ്ടായിരുന്നു. അർഷാദ് മറ്റേ എല്ലാരിക്കും കൊടുത്ത് എല്ലാരും കമ്പനി വണ്ടി ആക്കി കൊടുത്ത് അവൻ പണിക്കൂ വണ്ടി വന്നിട്ട്. മറ്റേ FG അല്ലേ, മറ്റേ വണ്ടിക്ക് അവൻ പണിക്കും പോകുന്നുണ്ട്. നമ്മ അത് ഉറക്കത്തിനീറ്റില്ല ആണ് ഉറക്കത്തിനീറ്റില്ല. സീനില്ല. അങ്ങനെയൊക്കെയാണ് നോമ്പ്. മാക്സിമം നമ്മളെ പെട്ടെന്ന് 1000-ലേക്ക് എത്തിക്കുക. അതാണ് വേണ്ടത്. ഇപ്പൊ 800 സംതിങ് ആയിട്ടുണ്ട്, 860 ആയിട്ടുണ്ട്. പറഞ്ഞ ബ്ലോഗൊക്കെ ആയിട്ടുണ്ട്. 1000 കൂടെ ബീഫ് മന്തി അതാക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. നിങ്ങൾ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുക. 1000 ആൾക്ക് എത്രയും വേഗം. അങ്ങനെയൊക്കെയാണ് നേരം വെളുത്തോണ്ടും സഹലും. എന്താണ് പറ താങ്കളുടെ ഓർമ്മകൾ? റമദാനൊക്കെ പ്രമാണിച്ച് പലരും ഇൻസ്റ്റയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി. ഐഡിയിലൊക്കെ ഒരു ചേഞ്ച്. പള്ളിയൊക്കെ ഫോൺ തരും. ഇതിനെ തൊപ്പിട്ട് നടക്കണേർന്ന് അപ്പൊ സുഹൃത്തുക്കളെ, ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിമ്പള്ളിയാണ് മദർപ്പള്ളി. മിനാറില്ലല്ലോ നമ്മളെ വർക്കാഞ്ചുറക്ക ഇതുവരെ കേട്ടാ പാട്ട് വെച്ച അപ്പൊരും. അപ്പൊ എല്ലാരും സുഹൈലും ജാൻസ് അഭിനയിച്ച പാർട്ട് 2 വേണോന്നും കമന്റ് ചെയ്യുക. പിന്നെ കണ്ടത് പാർട്ട് 1 എങ്ങനെ ഉണ്ടായെന്നും പറയാം, കമന്റ് ചെയ്യുക. അതെ. അപ്പൊ ഇതാണ് നമ്മുടെ ഡയറക്ടർ, അതായത് ഈ വർക്കിനെ കുറിച്ച് രണ്ടാക്കും.
വൈകുന്നേരത്തെ വ്ളോഗാർന്ന് പറയാന്ന് ഇപ്പൊ ഒരു ഉറക്കത്തിന്റെ ഒരു ഇല്ല വൈകുന്നേരം നമ്മളാണെങ്കിൽ ഒന്നുകൂടി പറയും നീ പറഞ്ഞു. നല്ലൊരു വർക്കാർന്ന് ഭയങ്കര കോംപ്ലിമെന്റ് കിട്ടിയ വർക്ക് അല്ലേ, ഭയങ്കര കോംപ്ലിമെന്റ്സ് കിട്ടിയ വർക്കാണ്. അതെന്താ അത് എനിക്കറിയാലോ താങ്കൾ സംസാരിക്കട്ടെ, ഇവൻ സംസാരിക്കട്ടെ, ഇവനെ കിട്ടാൻ പണിയാണ് പോവാൻ ഭയങ്കര നല്ല വർക്കാർന്ന് താങ്കളുടെ എഫേർട്ടൊക്കെ. എല്ലാരും എഫേർട്ട് ഉണ്ട്, അഭിനയിച്ച ഏറ്റവും എഫേർട്ട്, കൂടുതൽ പറയേണ്ടത് ഇവന്റെ എഫേർട്ടാണ്. ചിക്കൂര് എഫേർട്ട് ഉണ്ട്, സായില് ഞാൻ ആ പരിപാടിക്ക് ഉണ്ടായില്ല. അതെ അവൻ പിടിച്ച ഞാൻ കള്ളം പറയാം. ബിഹൈൻഡ് ദ സീൻസ് സായിലെടുത്ത് അടിപൊളിയായിട്ടുണ്ട്. ബിഹൈൻഡ് ദ സീൻസിനെ റീച്ച് കിട്ടി, ആ വീഡിയോനെ കിട്ടി അതിനെടുത്തോണ്ട് ഇവന്റെ കഴിവാണ്. എന്നെ പ്രത്യേകമായ ബ്ലോഗ് വന്നിട്ടുണ്ട്. മസ്റ്റായിട്ട് മസ്റ്റായിട്ട് കാണാല്ലേ കാണാം. ഇൻസ്റ്റേ വന്നിട്ടാണ് വ്ളോഗ് എന്നത്. പിന്നെ ആർക്കെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ അത് പറയാൻ വേണ്ടി മൈക്ക് വാങ്ങിച്ചു. വയസ്സ് വേറൊരു നാനേ ടീമോടിന്റെ മെയിൽ എന്റെ കയ്യിലായിരിക്കണം. അപ്പൊ എനിക്ക് ഈ അടുത്തൊരു മെയിൽ വന്നിട്ടുണ്ടായി യൂട്യൂബിൽ നിന്ന്. എനിക്ക് ഞാൻ എന്റെ കൈ കൊണ്ട് കയറിയപ്പോൾ ഞാൻ അത് കാണുന്നത് കൊറേ മെസ്സേജ് റിപ്പോർട്ട് ഏറ്റവും വലിയ കാര്യം എന്ന് അറിയോ, നമ്മ 4 പേരിൽ അക്കൗണ്ട് 4 പേരും ഷോർട്സ് ഇടും. ഇവനിടുന്ന ഷോർട്സ് എന്താണെന്ന് ഞാൻ കാണാറില്ല, ഇവനിടുന്ന ഞാൻ കാണാറില്ല. അല്ല നമ്മ ഷോർട്സ് എടുത്ത് വെച്ച് ഇടുന്ന് പറഞ്ഞിട്ട് അത് വിടാ, അതൊക്കെ വെള്ളത്തിലാണ് അതൊക്കെ. അപ്പൊ നമ്മ ഇങ്ങനെ ഷോർട്സ് ഇടുമ്പോ ഇവനിടുന്നത് ഞാനും അവനും കാണാറില്ല. നമ്മ ജസ്റ്റ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം പോലെ യൂട്യൂബിൽ ഷോർട്സ് ഇട്ടോണ്ടിരിക്കും. അപ്പൊ ആ സമയത്ത് ഞാൻ കാണാതെ ഷോർട്സിന് പോലും ഒരു റിപ്പോർട്ട് വന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് കുറെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് വല്ല വെറുതെ മെസ്സേജ് ആയിരിക്കും. എടുത്തു നോക്കിയപ്പോ വീഡിയോ നോക്കും നമ്മളെ വീഡിയോസ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് ഇങ്ങനെ. പക്ഷെ അതിൽ പറഞ്ഞ സ്പെസിഫിക് ആയിട്ട് കാര്യം എന്ന് അറിയോ, ഒരേ അക്കൗണ്ടിൽ നിന്ന് ഒരാള് മാത്രം എന്ത് ചെയ്യുന്നുണ്ട് പലതവണ അതും ഡെയിലി നമ്മുടെ ക്യാച്ച് ചെയ്തിട്ട് പേഴ്സണൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമ്മളോട് യൂട്യൂബില് ചോദ്യം എന്താ അറിയോ, ആർക്കെങ്കിലും പേഴ്സണൽ വൈരാഗ്യം ഉണ്ടോ അതൊന്ന് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. മെയിൽ അയച്ചിട്ട് ആരാ നാളെ കണ്ടിരിക്കാൻ പറ്റുള്ള അങ്ങോട്ട് കൊടുക്കണോന്നാ യൂട്യൂബിൽ പറയണ. എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലി വന്ന് പറയാൻ സംസാരിച്ചു എന്തെങ്കിലും പറഞ്ഞോ. സൽമാനുണ്ട്, സഹൽ ഇർഫാൻ മുഹമ്മദ്, സാഹിൽ മുഹമ്മദ്, സുഹേൽ ഷെയർ, പിന്നെ ടീമോഡിന്റെ അക്കൗണ്ട് ഉണ്ട്. വന്ന് തെറി വിളിക്കുക എന്നാ ചെയ്തു. നമ്മ ഈ പാവങ്ങളെ യൂട്യൂബ് ചെയ്യണ വീഡിയോ റിപ്പോർട്ട് ചെയ്യണം. അതായത് നമ്മ 12 ദിവസം 12 വീഡിയോ അതിലേറെ ഷോർട്സ്. പിന്നെ ഒരു വർഷത്തെ കഷ്ടപ്പാടാണത്. ഏകദേശം ഒരു വർഷത്തെ നമുക്ക് കുറെയൊക്കെ ബ്രേക്ക് എടുത്തെങ്കിലും 1 വർഷം കൊണ്ട് ഉണ്ടാക്കിയ സംഭവമാണ്. പേഴ്സണൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പേഴ്സണലി സംസാരിക്കാൻ വെറുതെ അതിലോ ഒരു ഷോർട്സ് നീ ആണാ ഞാനെന്തോ വ്ലോഗിൽ ഒരു സംഭവം സംസാരിക്കണം. ഞാൻ ഇന്നലെ അയച്ചെന്നാ അതിന് ഒരു റിപ്പോർട്ട് ഇന്നലെ ഞാൻ ഇൻസ്റ്റയിലിട്ടൊന്നും ഞാൻ സ്ക്രോളിങ്ങിലാണ് അത് വന്നത്. ഹെയ്റ്റേഴ്സ് അല്ല ഹെയ്റ്റർ ഉണ്ട്. എടാ പ്രത്യേക മെയിൽ, ഞാൻ ആ മെയിൽ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടത് ഒഫീഷ്യൽ മെയിലാണ്. ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെ അക്കൗണ്ടിന്റെ പേര് കാണിക്കുള്ളത് അവരുടെ പ്രൈവസി പ്രോബ്ലം ആയിരിക്കും. നമ്മ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് തന്നെ നമ്മ പബ്ലിഷ് ചെയ്യില്ല, അങ്ങനെ കാണിക്കില്ല. പക്ഷെ എന്തെങ്കിലും ദേശീയ കാലൊക്കെ ഉണ്ടെങ്കിൽ ഇത് ആൾക്ക് മനസ്സിലായിട്ടുണ്ട് ആരാണെന്ന്. ഇപ്പൊ ഈ വ്ലോഗ് ചിലപ്പോ ഒരു കാണണ്ടാവും, ഓക്കെ അവർക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ഉപദ്രവിക്കണം. ഏറ്റവും എന്താണ് റെസ്പോൺസിബിലിറ്റി വ്ലോഗ് മറ്റേ ഉമ്മാനായിട്ട് നമ്മ ബിഹൈൻഡ് ദ സീൻസിന്റെ വ്ലോഗ് എടുത്തില്ലേ, അതുവരെ റിപ്പോർട്ട് വെച്ചേക്കണ്. മനസ്സിലായി. അപ്പൊ എന്ത് ഇതാന്ന് നോക്കി അല്ല വിട്ടേക്കുന്നല്ല ഞാൻ പറഞ്ഞാണ്. പ്രേക്ഷകർക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അതിലൊന്നും ഇല്ലാണ്ട് വെറുതെ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സംസാരിക്കാലോ. വെറുതെ നമ്മളാ ഈ ഒരു സംഭവം നമ്മ ഒരു കാര്യത്തിലാണെങ്കിൽ തുടങ്ങിയിട്ട് എന്തെങ്കിലും പറഞ്ഞോ ഇതാക്കിക്കോല്ലേ നിങ്ങൾ പുറത്തേക്കോ എന്നും പറഞ്ഞ് ഇതേപോലെ ഒരു ഇത് വന്നിട്ട് നിങ്ങൾ സ്ഥിരം ചെയ്തോണ്ടാ ചിലപ്പോ യൂട്യൂബിന് തോന്നുന്നില്ലൊക്കെ അല്ലേ, പേഴ്സണൽ ഇഷ്യൂസ് ചിലപ്പോ ചാനൽ കട്ട് ചെയ്യാം. പക്ഷേ അങ്ങനെ കട്ട് ചെയ്താലും നമ്മ വേറെ ചാനൽ തുടങ്ങും, അത് വേറൊരു വിഷയമാണ്. അതൊക്കെ അത്രേ ഉള്ളൂ. യൂട്യൂബ് പറഞ്ഞൊരു കാര്യമുണ്ട്, എത്ര 1000 പേര് 1000 വട്ടം വെച്ച് റിപ്പോർട്ട് ചെയ്താലും നമ്മ വയലേഷൻ കാണിച്ചില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഞാൻ ഇപ്പൊ പറയാറിയോ ഈ സംഭവം നമുക്കറിയണ ആൾക്കാർ വല്ല പണി തരാൻ ചെയ്യണമെങ്കിൽ ഇവിടെ തമാശക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മേ ബി 90% നമ്മളെ പോകൂല, 10% പോവും. അത് പോയിക്കാണ് നമ്മ പറയാണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും പ്രശ്നം നമുക്ക് സംസാരിച്ച് ചെക്കനുണ്ട്, മാനേജറുണ്ട്, വലിയ മാനേജറുണ്ട്, മുതലാളി ഉണ്ട്, പിന്നെ വലിയ മുതലാളി ഉണ്ട്, എല്ലാരും ഉണ്ട്.
അപ്പൊ സംസാരിക്ക എന്തെങ്കിലും പ്രശ്നം കൊണ്ട് സംസാരിക്കാം. നമ്മ ഇത് ഉള്ളു. എനിക്ക് ആകെ പേഴ്സണലി വിഷമായി പോയത് കണ്ടപ്പോ. ആരാണെന്ന് അറിയില്ല. ആരോടും നമ്മക്കൊരു ദേഷ്യവും ഇതുമില്ല. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം. ബ്ലോഗായിട്ട് വന്നിട്ടുണ്ട്. ബിഹൈൻഡ് ദ സീൻ എടുക്കണേണ്ട. ക്യാമറന്റെ ബാക്കിലൊന്നും ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ് കാണാൻ ഇഷ്ടം? വ്ലോഗ്സ് മാത്രം കാണാൻ, സിനിമ കാണാൻ പറ്റില്ല, പാട്ടുള്ള പരിപാടിയൊന്നും കാണാൻ പറ്റില്ല. എല്ലാവരും കാണും, പക്ഷെ കാണാൻ പറ്റില്ലാത്ത സംഭവമാണ്. കാണാത്തവര് നമ്മുടെ വ്ലോഗ് ആസ്വദിക്കണ എങ്ങനത്തെ കണ്ടന്റ് ചെയ്യണം നിങ്ങൾക്ക് എങ്ങനെ അതായത് നമ്മ പ്ലാൻ ചെയ്തേക്കണ അല്ലെ, നമ്മുടെ ഇവിടെ നടക്കണ മുമ്പിൽ നടക്കണ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. കൊച്ചിയിൽ എന്താ നടക്കുക, പിന്നെ കൊച്ചിയിലല്ല നമ്മളെ ഇടയിൽ എന്ത് നടക്കുക. രാവിലെകളിൽ ഒരു വ്ലോഗ് ഉണ്ടാവും, വൈകിട്ട് വ്ലോഗ് ഉണ്ടാവും. അങ്ങനെ ഇപ്പൊ പ്ലാൻ ചെയ്ത് പ്രതീക്ഷിക്കുന്നു ചെയ്യാം. പ്രതീക്ഷിക്കുന്നില്ല, കൺഫേം വേണ്ട. അത്താഴമൊക്കെ കഴിക്കണ വ്ലോഗൊക്കെ എടുക്കാം. എടുക്കാന്ന് വിചാരിച്ചാൽ പക്ഷെ എന്നാ അറിയോ, ഉമ്മയും വാപ്പയൊക്കെ എണീച്ചപ്പോ നേരായി. താളത്തിലേക്ക് വരാൻ കുറച്ച് സമയം എടുക്കും. ആ രാവിലത്തെ വ്ലോഗ് എന്തായാലും എടുക്കും. നിങ്ങൾ കാണൂല. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ. എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റാതായിട്ടൊന്നുമില്ല. അതെ, വെറുതെ എന്തിനാണ് മനസ്സിന്റെ ഉള്ളില് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ വെച്ചിട്ട് ആരോടൊന്നുമില്ല, പേഴ്സണൽ വിഷമില്ല. അത്രയൊക്കെ ഉള്ളൂ. അല്ലേ, ആരോടൊന്നിനും ഇല്ല. നമ്മളാരും നോക്കി നമ്മൾ നടക്കുന്നു. നിങ്ങൾ വെറുതെ നമുക്ക് വേണ്ടി വേണ്ടാത്തൊന്നും ചെയ്യാണ്ടിരിക്കുക. ഭയങ്കര ലാഗ് വ്ലോഗാണ്, തുടക്കായോണ്ടാണ്. ബാക്കി ഇനി അടിപൊളിയായിരിക്കും. ബൈ. നിർത്താലോ. അപ്പൊ കൂടുതൽ വ്ലോഗ്സിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഒരാൾക്ക് ഷെയർ ചെയ്ത് 1000-ലേക്ക് കടക്കുന്ന സുദിനമായ വേളയിൽ നിങ്ങളും കൂടി ചേരും.